മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ മരിച്ചവരുടെ മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം മാനവകുലത്തിൻ്റെ രക്ഷയുടെ വലിയ വിജയത്തിൻ്റെ രഹസ്യമാണ് ക്രിസ്തുവിൻ്റെ കാൽവറി മരണം. ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ എന്തെല്ലാം നടന്നു എന്ന് ചോദിച്ചാൽ, സ്തോത്രം, കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തിനെ ക്രൂശിൽ വെച്ച് മായ്ച്ചു കളഞ്ഞു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ പാപം ക്ഷമിക്കാനുള്ള വഴി ക്രൂശിലാണ് ഉണ്ടായത്. സ്തോത്രം. കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം ദൂരസ്ഥനായ നമ്മെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരാക്കി. അപ്പോൾ പാപപരിഹാരം ഉണ്ടാകുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകലിലാണ്. സ്തോത്രം. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ പ്രമാണമാണ്. അത് ആവർത്തനം 28, 27 വായിച്ചാൽ ശിക്ഷയുടെ പ്രമാണമാണ്. ആ ന്യായപ്രമാണമെന്ന ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങാനായിരുന്നു പുത്രൻ്റെ കാൽവറിയിലെ മരണം. സ്തോത്രം. ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ഒരു പുതിയ നിയമം പുറത്തു വന്നു. ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് വിരോധമായ കയ്യെഴുത്തും മായ്ച്ചെന്ന് പറഞ്ഞാൽ, നിനക്കും എനിക്കും വിരോധമായി ന്യായപ്രമാണം എഴുതി വെച്ചതും മുഴുവനും ദൈവം മായ്ച്ചു. സ്തോത്രം. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ വിടുതൽ നിങ്ങൾക്കറിയാം. ഒരു ആട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടണം, പിന്നെ അതിനെ അർപ്പിക്കണം, കൈപ്പിച്ച് അതിനെ അറുക്കണം, കൈപ്പിച്ചിലൂടെ കടിച്ച് സ്തോത്രം അതിറക്കണം. ഇത് അവർക്ക് പെസഹ. അവർ പറഞ്ഞു, ഈ വിടുതലിനെ നിങ്ങൾ എല്ലാ വർഷവും പെസഹയായിട്ട് ആചരിക്കണം. സ്തോത്രം. പുതിയ നിയമത്തിൽ 3-ാം സ്വർഗം വരെ പോയ പൗലോസ് പറയാം, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ് മാറ്റിക്കെട്ടിയ കുഞ്ഞാട്? ക്രിസ്തു. ഏതാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്? ക്രിസ്തു. ഇനി ഒരു പെസഹ ഇല്ല, ഒറ്റ പെസഹയേ ഉള്ളൂ, അത് ക്രിസ്തുവാ.